കുറച്ച് അടിമളയും കൊണ്ട് ഒരു കപ്പല് കടൽ വഴി സഞ്ചരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കപ്പല് തകരുകയാണ്. തകർന്നിട്ട് രണ്ടാൾക്കാര് മാത്രം ഒരു ദ്വീപിൽ ചെന്ന് പെട്ടുപോകും. ബാക്കിയുള്ള മൃതശരീരമൊക്കെ അവിടെ അടിയുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാൾക്കാർ മാത്രം അവിടെ പെട്ടുപോകുമ്പോൾ ആ ഒരു ദ്വീപിൽ ഒരു പ്രത്യേകതരം ജീവിയുണ്ട്. മനുഷ്യനേക്കാൾ ഏറെ വലിപ്പമുള്ള ഒരു ജീവി. ആ മൃഗത്തിന്റെ നിന്ന് നമ്മുടെ ടീംസ് രക്ഷപ്പെടുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ദ മോൺസ്റ്റർ ഐലൻഡ് എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്താൽ അത്ര ഉപകാരപ്രദമായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു കപ്പലാണ് കാണിക്കുന്നത്. ഈ കപ്പലിലാണെങ്കിൽ കുറെ അധികം അടിമകളെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാന്നല്ലേ, ജപ്പാൻകാർ കുറെ അധികം അടിമകളെ പിടിച്ചുകൊണ്ട് പോകും. മനുഷ്യരെ അടിമകളാക്കി ഓരോ ജോലി ചെയ്യിപ്പിക്കാനായിട്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന മനുഷ്യരെയാണ് ഈ കപ്പലിന്റെ ജയിലിൽ പൂട്ടിയിട്ടേക്കുന്നത്. അതിലൊരു തടവ് പുള്ളിയാണ് നമ്മുടെ ഹീറോന്റെ പേര് സൈത്തോ എന്നാണ്. സൈത്തോനെ അടിച്ച് ഊപ്പാടിളക്കി വെച്ചേക്കാണ്. അങ്ങോട്ട് കുറച്ച് കാവൽക്കാർ വന്നിട്ട് സൈത്തോനെ പിടിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിൻ്റെ അകത്ത് തന്നെ കുറെ അധികം മനുഷ്യരുണ്ട് കേട്ടോ. പല രാജ്യത്തു നിന്ന് വന്ന പല മനുഷ്യര്. അവരെല്ലാരും തുറന്നു വിടണേ, ഇവിടെ ഒട്ടും കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്ത സൈത്തോനെ അവർ പിടിച്ച് മണ്ടയിലോട്ട് കൊണ്ടു ചെല്ലും. എന്തായാലും സൈത്തോനെ വലിയൊരു പട്ടാളക്കാരന്റെ മുമ്പിലാണ് കൊണ്ടുവരുന്നത്. അവിടുത്തെ വലിയൊരു ജനറല്. ഈ സൈത്തോയും ഒരു പട്ടാളക്കാരനായിരുന്നു ഈ ഷിപ്പിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ എന്തോ പറ്റിയിട്ട് ഇവനെ തടവ് പുള്ളിയാക്കി മാറ്റി. എന്തായാലും ആ ജനറല് ഇവനെ ഒരുപാട് പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ലേ ഈ ജയിലിൽ കിടക്കേണ്ടിയൊക്കെ വന്നേന്ന് ചോദിച്ചിട്ട്. അന്നേരം അങ്ങോട്ട് കുറച്ച് ആൾക്കാര് വേറൊരാളെ കൊണ്ടുവരുന്നുണ്ട്. അയാൾ കുറച്ച് യൂറോപ്യൻകാരനാണ് കേട്ടോ. അയാളും എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അയാളെയും അടിമയാക്കാനായിട്ട് പിടിച്ചോണ്ട് വന്നേക്കാണ്. പക്ഷെ അയാൾ എല്ലാരും തള്ളി മാറ്റാനായിട്ട് നോക്കുമെങ്കിലും അവിടുത്തെ പട്ടാളക്കാര് വെറുതെ വിടത്തില്ല. അവനെ പിടിച്ച് അവന്റെ കാലില് ഒരു വിലങ്ങ് വെക്കുന്നുണ്ട്. അതും ചുറ്റികയ്ക്ക് അടിച്ചിട്ടാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈത്തോനെയും പിടിച്ച് കെട്ടിയിട്ട് അവന്റെ കാലിലും ആ യൂറോപ്യൻകാരന്റെ കാലിലടിച്ച സെയിം ചങ്ങലയിട്ട് മുറുകുന്നുണ്ട്. രണ്ടുപേരുടെ കാലിലും ഒരേ ചങ്ങല. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, കാരണം രണ്ടുപേരുടെ കാലിലും ചങ്ങല ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചങ്ങലയൊക്കെ ഇട്ട് ഇവരെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും കുറെ അധികം വിമാനങ്ങൾ, അത് ഫൈറ്റർ ജെറ്റ്സ് ആണ്, അത് വന്നിട്ട് ഈ കപ്പലിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഈ കപ്പലിന് താങ്ങാനായിട്ട് കഴിയുന്നില്ല. അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ജനറലിനും മനസ്സിലായി ഇപ്പൊ തന്നെ ഈ കപ്പല് മുങ്ങി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. പക്ഷേ സൈത്തോയും അതുപോലെ തന്നെ ഈ യൂറോപ്യക്കാരനും വെറുതെ വിടത്തില്ല. ഈ യൂറോപ്യൻകാരന്റെ പേര് മറ്റൊന്നുമല്ല, ബ്രോൺസൺ എന്നാണ്. നമുക്ക് ബ്രോൺസൺ എന്ന് തന്നെ പറയാം. സൈത്തോയും ബ്രോൺസണും കൂടെ ഈ പട്ടാളക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ജനറൽ ഒരു തോക്കെടുത്ത് സൈത്തോന്റെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ബ്രോൺസൺ വെറുതെ വിടത്തില്ല. സൈത്തോക്ക് എന്തെങ്കിലും പറ്റിയാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തില്ല. കാരണം ബ്രോൺസന്റെയും അതുപോലെ തന്നെ സൈത്തോന്റെയും കാല് ബന്ധിപ്പിച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ബ്രോൺസൺ സൈത്തോനെയും പിടിച്ച് അവിടെ നിന്ന് ചാടും. പെട്ടെന്ന് തന്നെ ഒരു മിസൈൽ വന്ന് ആ കപ്പലിൽ പതിക്കുകയും ചെയ്യും. ജസ്റ്റ് മിസ്സിനാണ് ഇവർ രണ്ടുപേരും കൂടെ കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടത്. നേരെ കടലിലാണ് ചെന്ന് വീഴുന്നത്. ആ കപ്പൽ അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച് നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ സൈത്തോനെയും പിടിച്ചുകൊണ്ട് ബ്രോൺസൺ എങ്ങനെയെങ്കിലൊക്കെ നീന്തി ഏതോ ഒരു ദ്വീപിൽ വരുന്നുണ്ട്. സൈത്തോയ്ക്ക് ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രോൺസൺ ആണ് അവനെ വലിച്ചെടുത്തോണ്ട് വന്നേക്കുന്നത്. എന്തായാലും ആ ഒരു ദ്വീപിൽ കൊണ്ടുവരുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ബ്രോൺസന് ബോധമില്ല, സൈത്തോന് ബോധം വന്നിട്ടുണ്ട്. സൈത്തോന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും കഴിയത്തില്ല, കാരണം ബ്രോൺസന്റെ കാലുമായിട്ട് ബന്ധിപ്പിച്ചേക്കാണ്. ബ്രോൺസനെ തട്ടി നോക്കുന്നുണ്ട് സൈത്തോ, എന്നാലും ബ്രോൺസൺ എണീക്കുന്നില്ല. തൊട്ടടുത്ത് തന്നെ കുറെ അധികം പട്ടാളക്കാരും കിടപ്പുണ്ട്. കഴിഞ്ഞ കപ്പൽ അപകടത്തിൽ ഒലിച്ചു വന്ന ആൾക്കാരാണ്. അവരെല്ലാരും മരണപ്പെട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പൊ ബ്രോൺസന് സൈത്തോയ്ക്ക് മാത്രമേ ജീവനുള്ളൂ. ബ്രോൺസന് ബോധമില്ല. ഈ സൈത്തോ ആണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ തോക്കെടുക്കുകയാണ്. ആ തോക്കെടുത്ത് റീലോഡ് ചെയ്തതും ബ്രോൺസന് ബോധം വന്നിട്ടുണ്ട്. ബ്രോൺസൺ എന്താ കരുതുക, ബ്രോൺസനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് എടുത്ത തോക്കാണെന്നാണ്. എന്നാൽ സൈത്തോ അതിനല്ല എടുത്തത്, പകരം ആ ചങ്ങല ഷൂട്ട് ചെയ്ത് പൊട്ടിക്കാനായിട്ടാണ്. ഇത് മനസ്സിലാക്കാത്ത ബ്രോൺസൺ ആണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. സൈത്തോനെ തറയിലിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ സൈത്തോ തറയുന്നൊരു ശംഖോ കല്ലോ മറ്റോ എടുത്തിട്ട് അവന്റെ തല നോക്കി ഒറ്റ അടിയാണ്. ബ്രോൺസന്റെ തല നോക്കി തലയൊക്കെ മുറിയുന്നുണ്ട്. പക്ഷെ ബ്രോൺസൺ വിട്ടുകൊടുക്കത്തില്ല. വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യും. എമാരി ഫൈറ്റ് ചെയ്യുന്ന കാര്യം എന്തോ ഒരു ജീവി ദൂരെ നിന്ന് കാണുന്നുണ്ട്. അതെന്ത് ജീവിയാണെന്ന് കാണിക്കുന്നില്ല, പക്ഷെ എന്തോ ഒരു ജീവി കാണുന്നുണ്ട്. അവസാനം അവന്മാർ ഫൈറ്റ് ചെയ്ത് കടലിന്റെ അകത്ത് വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ അടികൂടി അങ്ങോട്ട് വന്നെയാണ്. ബ്രോൺസൺ സൈത്തോനെ പിടിച്ചിട്ട് അടിക്കുകയാണ്. സൈത്തോയ്ക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയുന്നില്ല. ഈ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മൃഗം വന്ന് ബ്രോൺസനെ പിടിച്ച് ബാക്കിലോട്ട് വലിച്ചോണ്ട് പോവാണ്. എന്തോ ഒരു മൃഗം, ഒരു മത്സ്യകന്യകയെ പോലെ എന്തോ ഒരു മൃഗം. സൈത്തോ രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ബ്രോൺസൺ രക്ഷപ്പെട്ടിട്ടില്ല. എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ നോക്കാണ്. പക്ഷേ ഈ സൈത്തോ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അവന്റെ തന്നെ ആ തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്ത് ആ മൃഗത്തിനെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ബ്രോൺസണിനോട് അകത്തോട്ട് കയറി വരാനായിട്ട് പറയും. കടലിന്റെ പുറത്തോട്ട് വരാനായിട്ട് പറയും. അതുകൊണ്ട് തന്നെ ബ്രോൺസൺ പുറത്തോട്ട് വരികയാണ്. പിന്നെ ഈ ബ്രോൺസൺ മരിച്ചു പോയാൽ ബ്രോൺസന്റെ മൃതദേഹത്തിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും സൈത്തോ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് വന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ ഈ സൈത്തോ ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് കയ്യിൽ തോക്കം പിടിച്ച് നിൽപ്പുണ്ട്. ബ്രോൺസന് സൈത്തോനെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ആ തോക്ക് തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ സൈത്തോ ആണെങ്കിൽ ചുറ്റുഭാഗം നോക്കുമ്പോൾ എല്ലാവരും മരണപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല, രക്ഷപ്പെടത്തില്ല എന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെ തോക്കെടുത്ത് റീലോഡ് ചെയ്ത് അവന്റെ കഴുത്തിന്റെ ഭാഗത്തോട്ട് വെക്കുകയാണ് ഷൂട്ട് ചെയ്ത് ചാവാനായിട്ട്.
പറഞ്ഞിട്ട്. എന്നാൽ ബ്രോൺസൺ വെറുതെ വിടത്തില്ല, അവനെ തട്ടി മാറ്റിയിട്ട് ചാവല്ലേ, ഇത് ചാവേണ്ട സമയമില്ല, ആ മൃഗം വീണ്ടും വരും നമ്മളെ കൊല്ലാനായിട്ട്, ആ സമയം അതിന്റെ കൂടെ പ്രതിരോധിച്ച് നിൽക്കണം, എന്നാ നീ തോക്ക് വെച്ചോ, ഞാൻ ഈ ബുള്ളറ്റ് വെച്ചോളാന്ന് പറഞ്ഞിട്ട് അവൻ ബുള്ളറ്റും സൈത്തോന്റെ തോക്കും കൊടുക്കും. ബുള്ളറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ തോക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് സൈത്തോ മരിച്ചിട്ടില്ല. ഇതിനുശേഷം എമ്മ രണ്ടുപേരും കൂടെ ആ കാലിൽ ചങ്ങലേക്ക് ഇട്ടിട്ട് അങ്ങനെ നടക്കുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട്, രക്ഷപ്പെട്ടു പോകാനും അതുപോലെ തന്നെ ഫുഡും വെള്ളവും കിട്ടാനായിട്ട്. അങ്ങനെ പരതി നടക്കുമ്പോൾ കുറെ മൃതശരീരങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ തന്നെ വെള്ളവും ഫുഡും പിന്നെ സിഗരറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ബ്രോൺസന് സന്തോഷമാണ്, കാരണം സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ബ്രോൺസന് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ പരതി നടക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞി പയ്യൻ കിടപ്പുണ്ട്, ഒരു ടീനേജ് പ്രായമുള്ള പയ്യൻ. അവനെ കാണുമ്പോൾ ബ്രോൺസൺ ഒരുപാട് വിഷമമാണ്. ഈ ചെറുപ്രായത്തിൽ അവൻ മരണപ്പെട്ടു പോയില്ലേ, അത് ആരെ കാരണമാണ്? ഈ ജപ്പാൻകാരെ കാരണമാണ്. അവരാണ് കപ്പലിൽ അവരെ തട്ടിക്കൊണ്ടുവന്നത്. ഇത് കാണുന്ന ബ്രോൺസന് ദേഷ്യം വന്നിട്ട് സൈത്തോനെ പിടിക്കും. നീ ഒന്നും മനുഷ്യരല്ലടാ, മൃഗങ്ങളാന്ന് പറഞ്ഞിട്ട്. പക്ഷേ സൈത്തോനെയും പിടിച്ചു വെച്ചേക്കുന്നതാണ്. അവനൊന്നും വേണമെന്ന് വെച്ച് ചെയ്തിട്ടില്ല, പട്ടാളത്തിലായിരുന്നു, എന്തോ പറ്റിയിട്ട് അവനെ അടിമയാക്കി. അതിനർത്ഥം പട്ടാളക്കാർക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം അവനും ചെയ്തിട്ടുണ്ട്. എന്തായാലും സൈത്തോ അതിനൊന്നും മറുപടി പറയുന്നില്ല. പകരം ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് ബ്രോൺസന് കൊടുക്കുകയാണ്. ബ്രോൺസനും ദാഹിച്ചിട്ട് അത് കുടിക്കുന്നുണ്ട്. രാത്രിയാവുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് വേവിക്കുന്നുണ്ട്. ബ്രോൺസന് കിട്ടിയ ഷൂ ഒന്നും കറക്റ്റ് ആവുന്നില്ല. ആ പട്ടാളക്കാരുടെ നിന്ന് ഷൂ ഒക്കെ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ സൈത്തോ പാവം തോന്നിട്ട് ഒരു ഷൂ എടുത്ത് കൊടുക്കുകയാണ്. ബ്രോൺസൺ അത് വാങ്ങുന്നില്ല. നീ എടുത്തോളാൻ സൈത്തോനോട് പറയും. പിന്നെ സൈത്തോ ആണെങ്കിൽ ഞണ്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് ബ്രോൺസന് കഴിക്കാനായിട്ട് അറിയത്തില്ല. അവൻ കഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തറയിൽ പോകും. പക്ഷേ സൈത്തോ വീണ്ടും ഒരു ഞണ്ടെടുത്ത് കൊടുക്കുകയാണ്. അത് സാരമില്ല, കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. ബ്രോൺസൺ വാങ്ങാൻ റെഡി ആവുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അവസാനം ബ്രോൺസൺ കഴിക്കുന്നുണ്ട്. കഴിച്ചത് ഒരുപാട് ടേസ്റ്റ് ആണ്, അത്രയും വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കഴിക്കുകയാണ്. ഇവര് തമ്മിൽ ചെറിയ കൂട്ടായിട്ടുണ്ട് കേട്ടോ. നേരത്തെ അത്രയും ശത്രുക്കളല്ല. ആദ്യം ഒന്ന് പേടിച്ചു പോയതാണ് തോക്കെടുത്തപ്പോ. ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ബ്രോൺസൺ അവിടെ വെച്ച് തന്നെ സിഗരറ്റ് വലിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ സിഗരറ്റ്. ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുന്നവനൊരു സന്തോഷമാണ്. പിന്നെ അവന്മാര് തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പൊ സൈത്തോ ഫുഡൊക്കെ വേവിച്ചു കൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ചെറിയൊരു അടുപ്പം വന്നിട്ടുണ്ട്. ബ്രോൺസൺ അവന്റെ പേരും അവൻ ആരാന്നും പറഞ്ഞു കൊടുക്കും. പിന്നെ സൈത്തോയും അവന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഭാഷ കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല, കാരണം രണ്ടുപേരും രണ്ട് ഭാഷയാണ് സംസാരിക്കുന്നത്. ഒരാള് ജപ്പാനും മറ്റൊരാള് യൂറോപ്യനും. പിന്നെ ബ്രോൺസൺ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, സൈത്തോ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല. കാരണം സൈത്തോനെയും പിടിച്ച് തടവിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനർത്ഥം സൈത്തോ ഒരു തടവ് പുള്ളിയാണ്. എന്തായാലും ഇപ്പൊ ഇത് പൊട്ടിക്കണം. അതുകൊണ്ട് തന്നെ സൈത്തോ ബ്രോൺസനെയും വിളിച്ചൊരു സ്ഥലത്തോട്ട് വരും മാറിയിരിക്കാനായിട്ട്. പിന്നെ ഇവർക്ക് ആ പട്ടാളക്കാരൊക്കെ മരണപ്പെട്ട സ്ഥലത്തുനിന്ന് ഒരു ആയുധം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സൈക്കിളിന്റെ ആ ഒരു റിംഗ് ഇല്ലേ, അത് തന്നെ. അത് എന്തോ ഒരു പലകയിലൊക്കെ ഘടിപ്പിച്ചിട്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ചുറ്റിക പോലെ ആക്കിയിട്ടുണ്ട്. അത് എടുത്തോണ്ട് വന്നിട്ട് ബ്രോൺസന്റെ കയ്യിൽ കൊടുക്കും, ഈ ചങ്ങല പൊട്ടിക്കാനായിട്ട്. അങ്ങനെ ബ്രോൺസൺ പല തവണയായിട്ട് അടിച്ചു നോക്കുന്നുണ്ട്, അത് പൊട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സൈത്തോ പറഞ്ഞു കൊടുക്കുകയാണ്, ആ ഒരു റിങ്ങിന്റെ, അതായത് കാൽഭാഗത്ത് ഇട്ടേക്കുന്ന അതിന്റെ തൊട്ടടുത്ത് തന്നെ അടിക്കണമെന്ന്. ആ ചങ്ങല കാലിന്റെ എത്ര അടുത്ത് നിൽക്കുന്നോ അത്ര അടുത്ത് അടിക്കണമെന്ന്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കാലിൽ കൊള്ളും. ബ്രോൺസന് പേടിയാണ്, എന്നാൽ സൈത്തോക്ക് ഒരുപാട് വിശ്വാസമാണ്. ബ്രോൺസൺ ഒറ്റ അടിയാണ്, ആദ്യത്തെ അടിയിൽ അത് പൊട്ടത്തില്ല, വീണ്ടും ഒന്നും കൂടെ അടിയും, അതിലത് പൊട്ടും. ഇത് കാണുമ്പോൾ ബ്രോൺസൺ ഒരുപാട് സന്തോഷമാവുകയാണ്. അടുത്തത് ഇനി എന്താ, സൈത്തോയാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ആയുധം സൈത്തോ വാങ്ങും, എന്നിട്ട് അടിച്ചു പൊട്ടിക്കാനായിട്ട് നിൽക്കുകയാണ് ബ്രോൺസന്റെ കാലിലുള്ള ചങ്ങല. എന്നാൽ ബ്രോൺസൺ ഒരുപാട് പേടി, അടിക്കല്ലേ, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയും. കുറച്ച് സമയം കൊടുത്തിട്ട് സൈത്തോ വീണ്ടും അടിക്കുകയാണ്. ഒറ്റ അടി, ആദ്യത്തെ അടിയിൽ തന്നെ അത് പൊട്ടിപ്പോവാണ്. ബ്രോൺസൺ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും, തുള്ളി ചാടും. നമ്മൾ രണ്ടുപേരും അടിപൊളിയാണ്, നമ്മൾ രണ്ടൊരു ടീമാവുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവൻ ചാടി തുള്ളുകയാണ്. ഈ ഒരു സന്തോഷ പ്രകടനത്തിന്റെ ഇടയിൽ ആരോ അവർ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, എന്തോ ഒരു മൃഗം. അത് അവർ മനസ്സിലാക്കിയിട്ട് അതിനെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് മാറിപ്പോവാണ്. അതിന്റെ പിന്നാലെ ചെല്ലും. എന്നാലും പിന്നാലെ ചെന്നിട്ടൊന്നും കാര്യമില്ല, അതിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവരെങ്ങനെ അതിനെ പരതിക്കൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് പട്ടാളക്കാർ ഒരു വ്യക്തിയും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതവർക്ക് മനസ്സിലായി. പതിയെ അവർ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് അത് ആരൊക്കെയാണെന്ന്. അത് രണ്ട് പട്ടാളക്കാരാണ്. ആ പട്ടാളക്കാർ ഒരു കുറ്റവാളിയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അവരും ആ കപ്പലിലുണ്ടായിരുന്നു. ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാരാണ്. ഈ ബ്രോൺസനെ കാണുവാണെങ്കിൽ ആ പട്ടാളക്കാർക്ക് മനസ്സിലാവും ബ്രോൺസൺ തടവ് പുള്ളിയാണെന്ന്. കാരണം പട്ടാളക്കാരായിട്ട് ജപ്പാൻകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൈത്തോ ബ്രോൺസനോട് മണ്ടയിലോട്ട് കയറി പോകാനായിട്ട് പറയും. ബ്രോൺസന് ഒരു ആയുധം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രോൺസൺ അവനെയും വിശ്വസിച്ച് മണ്ടയിലോട്ട് കയറിപ്പോയി ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ രണ്ട് പട്ടാളക്കാർക്ക് മനസ്സിലായി എന്തോ ഒരു മണം വരുന്നുണ്ട് ഫുഡ് കുക്ക് ചെയ്തതിന്റെ. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിൽ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഫുഡ് കുക്ക് ചെയ്ത സ്ഥലത്ത് ചെല്ലുകയാണ്. അവിടെ തന്നെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അത് മറ്റാരുമല്ല, സൈത്തോയാണ്. സൈത്തോനെ പിടിച്ച് പൊക്കാണ്. സൈത്തോ പറയും ഷൂട്ട് ചെയ്യല്ലേ, ഞാൻ ഒരു പട്ടാളക്കാരനാണെന്ന്. അതുകൊണ്ട് തന്നെ സൈത്തോനെ വെറുതെ വിടും, കാരണം അവൻ ജപ്പാൻകാരനാണ്. ചിലപ്പോൾ പട്ടാളക്കാരനായിരിക്കാം, പട്ടാളക്കാരുടെ യൂണിഫോം ആണ് ഇട്ടേക്കുന്നത്. എന്തായാലും സൈത്തോ ഒരു പട്ടാളക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ബാക്കി രണ്ട് പട്ടാളക്കാർ അവനുമായിട്ട് കൂട്ടാവുകയാണ്. അവിടെ തന്നെ സിഗരറ്റും കഴിക്കാനായിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നെ അതിനകത്തൊരു തടവ് പുള്ളി ഉണ്ട് കേട്ടോ. അയാൾ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം എടുക്കുമ്പോൾ പട്ടാളക്കാർ കൊടുക്കത്തില്ല. ആ പട്ടാളക്കാർ ആ മനുഷ്യനെ വകവെക്കാതെ അവര് തന്നെ കുടിക്കുകയാണ്. ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ, ചോദിക്കാനോ ഒന്നിനും കഴിയത്തില്ല. അവന്മാർ ഉപദ്രവിക്കും. ഈ നേരം ബ്രോൺസൺ ആണെങ്കിൽ
ആണെങ്കിൽ അങ്ങ് മണ്ടയിൽ ഇരിപ്പുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട്. എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. അതുമല്ല അവൻ ആ മൃഗത്തിന്റെ ശബ്ദം കേൾക്കാം. അതൊരു പ്രത്യേകതര ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് സൈഡിലുണ്ട്. എന്നാൽ ബ്രോൺസൺ അത് കണ്ടിട്ടില്ല. ഈ ജീവിയുടെ ശ്രദ്ധ മൊത്തം താഴെ ഇരിക്കുന്ന ആൾക്കാരെയാണ്. അതുകൊണ്ട് തന്നെ ബ്രോൺസൺ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. എന്നാലും അവൻ പേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ പട്ടാളക്കാരൻ നോക്കുമ്പോൾ അവിടെ കുറെ അധികം ഫുഡ് വേവിച്ചിട്ടുണ്ട്. ഒരാൾക്ക് എന്തിനാണ് ഇത്രയധികം ഫുഡ്? അത് സൈത്തോനോട് ചോദിക്കും, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. എന്നാൽ സൈത്തോ കള്ളം പറയാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനാണ് ഇത്രയധികം ഫുഡ് വേവിച്ചതെന്ന്. എന്നാലും ഈ രണ്ട് പട്ടാളക്കാർക്ക് ഡൗട്ട് തോന്നിയിട്ട് സൈത്തോന്റെ കാല് പരിശോധിച്ച് നോക്കുകയാണ്. കാല് നോക്കുമ്പോൾ വിലം കൊണ്ട് ആ ഒരു റിംഗ് ഉണ്ട്, അത് ഇളക്കി കളയാനായിട്ട് കഴിഞ്ഞില്ല. അത് കാണുമ്പോൾ മനസ്സിലാവും ഇവനെ നേരത്തെ അടിച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നെന്ന്. അത് കപ്പലിൽ മൊത്തം പാട്ടായിട്ടുണ്ടായിരുന്നു. രണ്ടാൾക്കാരെ ഒരുമിച്ച് തടവിലാക്കിയെന്ന്, കാല് കെട്ടി വെച്ചെന്ന്. എന്നാൽ അവന്റെ കൂടെയുള്ള ആൾ അവിടെ പോയെന്ന് അവനോട് ചോദിക്കുമ്പോൾ സൈത്തോ ബ്രോൺസൺ മരിച്ചു പോയെന്ന് പറയും. എന്നിട്ട് അവന്റെ ശവകുടീരം കാണിച്ചു കൊടുക്കും. അവിടെ തന്നെ എന്തോ ഒരു ശവക്കല്ലറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ യവന്മാര് വിശ്വസിക്കുന്നില്ല. അവൻ എവിടെടാന്ന് ചോദിച്ചിട്ട് അവന്റെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ബ്രോൺസൺ മണ്ടയിൽ നിന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ മറ്റേ മൃഗം കാണുന്നുണ്ട് കേട്ടോ. സൈത്തോനെ ഇപ്പൊ കൊല്ലും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ദൂരെ നിന്നൊരു പ്രത്യേക ശബ്ദം കേൾക്കുന്നത്. ഒരു പ്രത്യേക മൃഗത്തിന്റെ ശബ്ദം. ഇത് കേട്ടുടനെ മറ്റേ ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അയാൾ പേടിച്ചിട്ട് എന്തോ മുറുമുറുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ഈ മൃഗത്തിനെ പറ്റി നേരത്തെ അറിയാവുന്നത് പോലെ. എന്നാൽ ഈ രണ്ട് പട്ടാളക്കാർക്ക് അറിയത്തില്ല. തൽക്കാലത്തേക്ക് സൈത്തോനെ വെറുതെ വിട്ടിട്ട് ഒരു പട്ടാളക്കാരൻ ഇവിടെ നിന്നിട്ട് മറ്റേ പട്ടാളക്കാരൻ അതെന്താണെന്ന് അറിയാനായിട്ട് മണ്ടിലോട്ട് കയറി ചെല്ലും. അങ്ങനെ കയറി ചെല്ലാണ്. ബ്രോൺസൺ ഇരിക്കുന്ന ഭാഗത്ത് ചെല്ലുന്നുണ്ട്. എന്നാൽ ബ്രോൺസണെ കാണത്തില്ല, കാരണം അവ ഒളിച്ചിരിക്കും. പക്ഷേ ഈ പട്ടാളക്കാരൻ അവനെ കാണാതെ മണ്ടിലോട്ട് കയറി ചെല്ലും. ആ ഒരു ശബ്ദം കേൾക്കുന്ന സ്ഥലത്തോട്ട് ചെന്ന് അവസാനം വലിയൊരു കല്ലിന്റെ ഭാഗത്ത് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴൊന്നും ഈ മൃഗത്തിനെ കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ പിന്നിലൂടെ പൊങ്ങി വരികയാണ്. ഈ പട്ടാളക്കാരൻ തോക്കെടുത്ത് ഒറ്റ ഷൂട്ടാണ്. എന്നാൽ അതിന്റെ ദേഹത്ത് കൊണ്ടെങ്കിലും അതിനൊരു രോമത്തിൽ തൊട്ടതുപോലെ പോലും ആയിട്ടില്ല. അതെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇയാളുടെ ഒരു കൈ അങ്ങ് വെട്ടിക്കളയും. അതുമല്ല തല പൊഴുതെടുക്കുകയാണ്. ഈ പൊഴുതെടുത്ത തലയാണെങ്കിൽ താഴോട്ട് വലിച്ചെറിയും. ഇത് ചെന്ന് വീഴുന്നതാവട്ടെ സൈത്തോടെയും പട്ടാളക്കാരന്റെയും അതുപോലെ തന്നെ ആ അടിമയുടെയും മുമ്പിലാണ്. ഇതൊക്കെ കണ്ട് എല്ലാരും ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മനുഷ്യന്റെ തല തെറിച്ച് മുമ്പിൽ വന്ന് വീണേക്കാണ്. അതുപോലെ സൈത്തോന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്. ആര്? വേറൊരു പട്ടാളക്കാരൻ. പക്ഷെ ബ്രോൺസൺ വെറുതെ വിടത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു ആയുധം എടുത്തു വന്ന് ആ പട്ടാളക്കാരന്റെ കഴുത്തിൽ കുത്താണ്. തൽക്കാലത്തേക്ക് സൈത്തോയും ബ്രോൺസനും രക്ഷപ്പെട്ടിട്ടുണ്ട്. സൈത്തോയും ബ്രോൺസനും പതിയെ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഈ പട്ടാളക്കാരൻ വേദന കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞു വരികയാണ്. പക്ഷേ ഇയാളുടെ പിന്നിലൂടെ ആ മൃഗം വന്നിട്ടുണ്ട്. ആ മൃഗം വന്നിട്ട് ഇയാളെ തിരിച്ചു കടത്തിയിട്ട് ഇയാളുടെ ഹൃദയം പറിച്ചെടുക്കുകയാണ്. ആ പറിച്ചെടുത്ത ഹൃദയം തിന്നാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും മറ്റേ ഒരു അടിമയെ ഈ ഒരു മൃഗം കാണുന്നത്. ഈ ഒരു അടിമയാണെങ്കിൽ പേടിച്ചിട്ട് എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അവിടെ നോടും. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ പട്ടാളക്കാരന്റെ ഹൃദയം കളഞ്ഞിട്ട് അയാളുടെ പിന്നാലെ ഓടുകയാണ് ഈ ഒരു മൃഗം. പക്ഷെ ആ മൃഗം അയാളെ വെറുതെ വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല. അയാളുടെ പിന്നാലെ ചെന്ന് അയാളെ പിടിച്ചിട്ട് അയാളുടെ തലയും പൊടിച്ചെടുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ബ്രോൺസണും അതുപോലെ തന്നെ സൈത്തോയും മാറി നിൽപ്പുണ്ട്. അവന്മാർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു ജീവിയല്ല, ഇവന്മാരെ കൊന്നു കളയുന്നു. രണ്ടുപേരും കൂടെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുകയാണ് കാട്ടിലോട്ട്. മുമ്പേ തന്നെ സൈത്തോ ഓടും. സൈത്തോന്റെ കയ്യിൽ ഒരു പ്രത്യേകതരം വാളുണ്ട്. അതായത് ഈ കത്താനയില്ലേ, ആ കത്താന എടുത്തുകൊണ്ട് ഓടാനായിട്ട് തുടങ്ങും. ഫ്രണ്ടിലുള്ള കാടൊക്കെ വെട്ടി മുറിച്ചിട്ടാണ് ഓടുന്നത്. ബ്രോൺസൺ സൈത്തോന്റെ കൂടെ വരാനായിട്ട് കഴിയുന്നില്ല. പതിയെ പോന്ന് ബ്രോൺസൺ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ സൈത്തോ ഇത് മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഓടിപ്പോവാണ്. പക്ഷേ ബ്രോൺസന്റെ പിന്നാലെ ജീവി വന്നിട്ടുണ്ടായിരുന്നു. ആ ജീവി ബ്രോൺസനെ പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ജീവിയുടെ സൈഡിൽ കൂടെ സൈത്തോ ചാടി വീഴാണ്. അതിന് ഒറ്റ കുത്താണ്. പക്ഷെ ആ ജീവി ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ. തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. സൈത്തോയും ബ്രോൺസനും കൂടെ അവിടെ നിന്ന് ഓടുകയാണ്. രണ്ടുപേരും കൂടെ ഓടി അവസാനം കൺട്രോൾ കിട്ടത്തില്ല. അതായത് ഒരു മലഞ്ചെരുവ് പോലത്തെ സ്ഥലമായിരുന്നു. രണ്ടുപേരും കൂടെ ഞെരങ്ങി അവിടെ നിന്ന് ഉരുണ്ട് എങ്ങോട്ടോ ചെന്ന് വീഴും. രണ്ടുപേരും രണ്ട് ഭാഗത്താണ് വീണേക്കുന്നത്. അന്നത്തെ രാത്രി മറിഞ്ഞു വീണ് രണ്ടിന്റെ ബോധം പോയി. പിറ്റേ ദിവസം ആകുമ്പോൾ രണ്ടുപേരും എണീക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഒരുമിച്ചല്ല. സൈത്തോ ആദ്യം തന്നെ കണ്ണു തുറക്കും. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവന്റെ ദേഹം മൊത്തം മുറിവാണ്. കഴിഞ്ഞ രാത്രി ഒരുപാട് ഉരുണ്ട് മറിഞ്ഞ് വീണിയല്ലേ. അതുമല്ല ഷോൾഡറിൽ എന്തോ കുത്തി കയറിയിരിപ്പുണ്ട്. എന്തോ ഒരു കമ്പോ മറ്റോ ആണ്. അത് അവൻ വേദനിച്ച് വലിച്ചൂരാണ്. അതേപോലെ തന്നെ ബ്രോൺസൺ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അതായത് ബോധത്തിലോട്ട് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അവൻ ഒരു മരത്തിന്റെ മണ്ടയിലാണ്. അവന് ഉയരമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേടിയാണ് കേട്ടോ. അവിടെ നിന്ന് പേടിച്ച് തറയിലോട്ട് വീഴും. അതൊരു പാറക്കെട്ടായിരുന്നു. എന്നാൽ അവന് വലുതായിട്ടൊന്നും പറ്റിയില്ല. ആ പാറക്കെട്ടിൽ നിന്ന് ഉരുണ്ട് താഴോട്ട് വീഴും. അത് താഴെ ഒരു നദിയോ മറ്റോ ആണ്. അതിനകത്ത് വീഴുന്ന സമയത്ത് അവൻ ആ മൃഗം വന്ന് പിടിച്ചതാണ് ഓർമ്മ വരുന്നത്. കടലിൽ വെച്ച് പിടിച്ചത്. പെട്ടെന്ന് തന്നെ അവൻ പേടിച്ച് ആ ഒരു വെള്ളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പൊങ്ങി വരും. അതേപോലെ തന്നെ നമ്മുടെ സൈത്തോ ആണെങ്കിൽ എണീറ്റിട്ടുണ്ട്. അവനും വാളെടുത്ത് അങ്ങനെ ആ വെള്ളത്തിൽ കൂടെ നടന്നു പോവാണ്. എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ആ വെള്ളത്തിന്റെ ഒഴുക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് പോവാണ്. ഇപ്പൊ ആ ഒരു മൃഗത്തിനെ കാണിക്കുകയാണെങ്കിൽ അത് കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള മൃഗമാണെന്ന്. അവിടെ വന്ന് അതങ്ങനെ കുളിക്കുകയാണ്. കുളിച്ചിട്ട് അതിന്റെ ഒരു അലർച്ച വിളിയുണ്ട്. അതിങ്ങനെ അലറി വിളിക്കുകയാണ്. ഇത് കേട്ട് രണ്ടുപേരും ഉണ്ട്. ബ്രോൺസനും സൈത്തോയും കേൾക്കുന്നുണ്ട്. സൈത്തോ ഇത് കേൾക്കുമ്പോൾ ബ്രോൺസൺ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവ അവിടെ നിന്ന് യാത്ര തിരിക്കും ബ്രോൺസനെ കണ്ടുപിടിക്കാനായിട്ട്. ഈ നേരം ബ്രോൺസൺ ആണെങ്കിൽ ഏതൊക്കെയോ വഴി കയറി മുമ്പോട്ട് വരുന്നുണ്ട്. അത് നല്ല പൊക്കമുള്ള സ്ഥലത്തോട്ടാണ്. എങ്ങനെയെങ്കിലും
സൈത്തൊക്കെ വലിഞ്ഞു കയറി ഒരു സ്ഥലത്ത് വന്ന് നല്ല ക്ഷീണിച്ച് കിടക്കുകയാണ്. പക്ഷേ ഒരു ശബ്ദം കേൾക്കാം. പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വലിയൊരു മുതലയാണ്. ബ്രോൺസൺ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. പതിയെ ആ മുതല അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ബ്രോൺസൺ ഒന്നും ചെയ്യുന്നില്ല. തൽക്കാലത്തേക്ക് അവൻ രക്ഷപ്പെട്ടു. ആ മുതല പോയത് അവൻ പേടിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. അതാണെങ്കിൽ വലിയൊരു മുതല. വീണ്ടും അവൻ അവിടെ നിന്ന് യാത്ര തിരിക്കും. എങ്ങനെയെങ്കിലൊക്കെ നടന്നൊരു മലമുകളിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വേറൊരു പ്രശ്നം, താഴെ തന്നെ ആ മൃഗം നിപ്പുണ്ട്. അവൻ പേടിച്ച് പതിയെ അവിടെ ഇരിക്കും. ആ മൃഗം കയ്യോ കാലോ മറ്റോ കഴുകുകയാണ്. അവൻ പതിയെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ എന്തോ ഒരു കമ്പിൽ ചവിട്ടിയിട്ട് ശബ്ദം ഉണ്ടാകും. പെട്ടെന്ന് ആ മൃഗം തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ വീണ്ടും പതുങ്ങിയിരിക്കുകയാണ്. അതുമല്ല, ഈ മൃഗത്തിനെ നോക്കിക്കൊണ്ട് വലിയൊരു മുതല അങ്ങോട്ട് വരുന്നുണ്ട്, ഈ മൃഗത്തിനെ പിടിച്ച് കഴിക്കാനായിട്ട്. ബ്രോൺസൺ ഇതെല്ലാം നോക്കി നിപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ മുതല വന്ന് ഈ മൃഗത്തിനെ കടിച്ചെടുക്കുകയാണ്. അതും വെള്ളത്തിലോട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ബ്രോൺസൺ വിചാരിക്കുന്നത് എന്താ, ആ മൃഗത്തിനെ കൊന്നു കാണുമെന്നാണ്. കട്ട് ചെയ്താൽ സൈത്തോനെ കാണിക്കുകയാണ്. സൈത്തോ ഇപ്പോഴും ജീവനോടുണ്ട്. അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ. അവന്റെ ഇപ്പോഴും ആ വാളും ഉണ്ട്. വീണ്ടും ബ്രോൺസനെ കാണിക്കുകയാണെങ്കിൽ ബ്രോൺസൺ നോക്കി നിൽക്കിയ തന്നെ ആ ഒരു മുതല പൊങ്ങി വന്നിട്ടുണ്ട്. ചത്ത രീതിയിലാണ് പൊങ്ങി വന്നിരിക്കുന്നത്. ആ മൃഗം മുതലേനെ കൊന്നു കളഞ്ഞു. പക്ഷേ ആ ഒരു മൃഗത്തിന്റെ വൈരാഗ്യം മാറിയിട്ടില്ല. ആ ഒരു മുതലേനെ പിടിച്ച് രണ്ടായിട്ട് പൊളക്കാണ്. അതിന്റെ വാ രണ്ടായിട്ട് പൊളക്കാണ്. ഇപ്പൊ സൈത്തോനെ കാണിക്കുകയാണെങ്കിൽ അവൻ നടന്നൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോഴാവട്ടെ ഒരു മൃതശരീരം തൂങ്ങിയ നിലയിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടവൻ പേടിയും. പെട്ടെന്ന് തന്നെ പേടിച്ച് അപ്പുറത്തെ കുഴിയിൽ ചെന്ന് വീഴും. ആ കുഴിയിൽ ചെന്ന് വീഴുമ്പോഴാവട്ടെ അവൻ വേറൊരു കാര്യം കണ്ട് പേടിക്കുകയാണ്. നേരത്തെ നമ്മളൊരു മൃഗത്തിനെ കണ്ടില്ലേ, ആ സെയിം മൃഗം, പക്ഷേ അതിന്റെ ഇനത്തിൽ പെട്ടതെന്നേ ഉള്ളൂ, ആ മൃഗമല്ല. അത് കണ്ടപ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും പേടിച്ച് പതിയെ മണ്ടയിലോട്ട് കയറി ചെല്ലുകയാണ്. താഴെ കിടക്കുന്ന ജീവി ചത്ത് കിടക്കുന്നതാണ് കേട്ടോ. കുറെ നാളായി. മണ്ടയിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ ഒരു മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന, ആ തൂങ്ങി മരിച്ച് കിടക്കുന്ന ആ ഒരു മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ ഒരു തോക്കും ഉണ്ട്. ആ ഫോട്ടോയിൽ പുള്ളിക്കാരന്റെ ഭാര്യയോ കാമുകയോ മറ്റോ ആണ് കേട്ടോ. പിന്നെ ഈ ജീവിനെ കൊന്നത് ഇയാൾ തന്നെയാണ്. കാരണം തോക്കിന്ന് ഉണ്ട പോയിട്ടുണ്ട്. പിന്നെ ആ തോക്ക് എടുത്ത് വെക്കുന്നുണ്ട്, അതിനകത്ത് ഉണ്ടയുണ്ട് കേട്ടോ. ആവശ്യം വന്നാൽ ഉപയോഗിക്കാം. എന്തായാലും ആ തോക്കൊക്കെ എടുത്ത് പതിയെ നടന്നൊരു സ്ഥലത്തോട് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരു നദിയാണ്. അതുമല്ല, അതിന്റെ അങ്ങേയറ്റം ഒരു പ്ലെയിൻ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ആളൊരു പൈലറ്റ് ആണ്. എങ്ങനെയോ വിമാനം തകർന്ന് ഇവിടെ വീണയാണ്. പക്ഷേ മരിക്കണേ മുമ്പ് ഒരു മൃഗത്തിന് അയാൾ കൊന്നിട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വിമാനത്തിന്റെ അടുത്ത് പോയി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പതിയെ അവൻ ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങി ചെല്ലുകയാണ്. അവൻ അത്രയും ധൈര്യമുണ്ട്. ഈ മൃഗം വെള്ളത്തിൽ കൂടെ വരാനുള്ള സാധ്യത ഉണ്ടായിട്ടും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പതിയെ നടന്ന് നീന്തി എങ്ങനെയൊക്കെയോ അവിടെ ചെല്ലുന്നുണ്ട്. രാത്രിയാവുമ്പോൾ ബ്രോൺസണും ആ സെയിം സ്ഥലത്തോട്ട് വരുന്നുണ്ട്. ആ പ്ലെയിന്റെ അടുത്താണ്. അതല്ല, പ്ലെയിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അവൻ അത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വരികയാണ്. അതായത് ഒരു ആയുധം ഉണ്ടാക്കുന്ന ഓർമ്മ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ അവിടെ കിടക്കുന്ന ഒരു മെറ്റൽ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് കമ്പിൽ ചുറ്റി ഒരു ആയുധം ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ ആ മൃഗം വരുവാണെങ്കിൽ അതിന്റെ അടുത്ത് ഏറ്റുമുട്ടാനായിട്ട് ആ ഒരു ആയുധം ഉണ്ടാക്കി അവൻ നേരെ ആ ഒരു വിമാനത്തിന്റെ അടുത്ത് ചെല്ലും. ആ വിമാനത്തിന്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. അങ്ങനെ വിമാനത്തിന്റെ അകത്ത് പരതുമ്പോൾ കുറെ അധികം സിഗരറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റർ കിട്ടുന്നുണ്ട്. അതുമല്ല, അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്, ഒരു എമർജൻസി പെട്ടി. അതിനകത്ത് എന്തെങ്കിലും ഒരു ആയുധം കാണും. അത് എടുക്കാന്ന് വിചാരിച്ച് അത് എടുക്കാനായിട്ട് നോക്കുമ്പോൾ പറ്റുന്നില്ല. അവൻ തെന്നി തറയിലോട്ട് വീഴാൻ പോവാണ്. തൽക്കാലത്തേക്ക് ഒരു സിഗരറ്റ് വലിക്കാന്ന് വിചാരിച്ചിട്ട് സിഗരറ്റ് ഇരുന്ന് വലിക്കുകയാണ്. അവൻ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് തറയിൽ ഒരു മിസൈൽ കിടക്കുന്നത് കാണാം, വലിയൊരു ബോംബ്. അതൊന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കത്തിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ ഒരു ദ്വീപ് തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും. ഒരു ദ്വീപിന്റെ കുറച്ച് ഭാഗമൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും. എന്തായാലും അവൻ അങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിക്കുമ്പോഴായിരിക്കും അവന്റെ പിന്നീന്ന് ഒരാൾ വരുന്നത്. എന്തോ ഒരു മൃഗം. പെട്ടെന്ന് തന്നെ അവൻ പേടിച്ചിട്ട് ഒരു ആയുധം എടുത്ത് തിരിയാണ്, അവൻ ഉണ്ടാക്കിയ ആയുധം. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ സൈത്തോ തന്നെയാണ്. സൈത്തോ ബ്രോൺസനെ വിളിക്കും, എന്റെ കൂടെ വാ, ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനു മുമ്പ് സൈത്തോ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് ബ്രോൺസനോട്. ബ്രോൺസന് കാര്യം മനസ്സിലാവത്തില്ല. സിഗരറ്റ് ആണെന്ന് വിചാരിച്ച് സിഗരറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് നോക്കും. പക്ഷെ സിഗരറ്റ് അല്ല, പകരം ലൈറ്റർ ആണ് ചോദിക്കുന്നത്. എന്തായാലും സൈത്തോ ആ ലൈറ്ററും വാങ്ങിച്ച് ലൈറ്ററും കത്തിച്ച് അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ അകത്തോട്ട് നടക്കാനായിട്ട് തുടങ്ങും. പിന്നെ അത് തന്നെ ബ്രോൺസനും ഉണ്ട്. നടന്ന് യമാർ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ ഒരു ജീവി മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അതിന്റെ കുട്ടിയുണ്ട്. ഇത് ബ്രോൺസന് കാണിച്ചു കൊടുക്കുകയാണ്. ബ്രോൺസൺ ഇത് കാണുമ്പോൾ നല്ല കലി വരുന്നുണ്ട്. അവനാണെങ്കിൽ ആ മുട്ടേനെ നശിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ സൈത്തോ സമ്മതിക്കത്തില്ല. വേണ്ടറ, ഇപ്പൊ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു മൃഗത്തിന് ദേഷ്യാവത്തേ ഉള്ളൂ, അത് നമ്മൾ ആക്രമിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബ്രോൺസൺ ഒന്ന് തൽക്കാലത്തേക്ക് അടങ്ങുന്നുണ്ട്. പക്ഷെ അവന്റെ മനസ്സിൽ നല്ല വൈരാഗ്യമുണ്ട്. അവനെ ഉപദ്രവിച്ച മൃഗത്തിന്റെ കുട്ടിയാണ് അവിടെ കിടക്കുന്നത്. ഇപ്പൊ സൈത്തോ അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു മുട്ടയെ നശിപ്പിക്കുകയാണെങ്കിൽ ആ മൃഗത്തിന് വീണ്ടും ദേഷ്യവും അവരെ ഉപദ്രവിക്കും, അതുകൊണ്ടാണ്. പക്ഷേ ബ്രോൺസൺ ഒരു ഐഡിയ അറിയാം. ബ്രോൺസൺ സൈത്തോനെ വിളിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇപ്പൊ ഈ മൃഗത്തിന് കാണിക്കുകയാണെങ്കിൽ അത് അവന്മാരെ തപ്പി അവിടെയൊക്കെ നടപ്പുണ്ട്. ഒരു വൃത്തികെട്ട മൃഗം, അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മൃഗം. ഈ മുതലയും പിന്നെ മനുഷ്യന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ചേർന്ന് എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു മൃഗം. എന്തായാലും ബ്രോൺസൺ സൈത്തോനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് ആ ബോംബിന്റെ അടുത്താണ്. സൈത്തോനോട് ആ ബോംബ് എടുക്കാനായിട്ട് പറയും. കൂടെ തന്നെ ബ്രോൺസനെ പിടിക്കും. രണ്ടുപേരും കൂടെ ആ ബോംബ് ചുമന്ന് ഗുഹയുടെ അകത്തോട്ട് കൊണ്ടുവരാണ്. ആ ഒരു മൃഗം വരുന്ന സമയത്ത് ഈ ബോംബ് പൊട്ടിക്കണം. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ബോംബിന്റെ കൂടെ ഒരാൾ നിൽക്കണം. അത് ആര് നിൽക്കുമെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ ബ്രോൺസൺ നിൽക്കണം, അല്ലെങ്കിൽ സൈത്തോ നിൽക്കണം. സൈത്തോ പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ പറയാണ്, ഞാൻ നിന്നോളാം, എന്റെ ജീവൻ കൊടുത്തോളാം, ഇതിനു വേണ്ടി ഞാൻ വിധിക്കപ്പെട്ടവനാണ്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പൊയ്ക്കോളാൻ ബ്രോൺസനോട് പറയും. ബ്രോൺസനും അതിന് സമ്മതിക്കുകയാണ്. ബ്രോൺസൺ വലിയ താല്പര്യം കാണിക്കുന്നില്ല, എന്നാലും സമ്മതിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ ഒരു ബോംബ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു കമ്പിയുണ്ട്, അതായത് ഇത്തിരി കട്ടിയുള്ള ഒരു കമ്പി, അതാണെങ്കിൽ അടിച്ച് നേരെ ആക്കണം. പക്ഷേ അതിങ്ങനെ വളഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് അടിക്കാനായിട്ട് കഴിയത്തില്ല. അത് നേരെ ആക്കിയതിന് ശേഷം മാത്രമേ അത് പൊട്ടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ അവന്മാർ നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിമാനത്തിനകത്ത് ഒരു കോടാലി കിടപ്പുണ്ട്, അത് എടുത്തോണ്ട് വന്ന് നേരെയാക്കിയാലും മതി. അതുകൊണ്ട് തന്നെ അവന്മാർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് ഇറങ്ങി വരും. അവന്മാർ ഒരു ഫ്ലെയർ ഗണ്ണൂടെ ആകാശത്ത് കത്തിച്ചു വിടുന്നുണ്ട്. ആ ജീവി ദൂരെ വല്ലതും ആണെങ്കിൽ അടുത്തോട്ട് വരാനായിട്ട്. സൈത്തോ ആണെങ്കിൽ ഒരു വാളും പിടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ബ്രോൺസൺ ആണെങ്കിൽ ആ കത്തി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ നേരം അവന്മാർ പ്രതീക്ഷിക്കാതെ ആ ജീവി അങ്ങോട്ട് വരികയാണ്. എന്നാലും സൈത്തോ വെറുതെ വിടത്തില്ല, ആ ജീവിയായിട്ട് ഫൈറ്റ് ചെയ്യും, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അതിനെ കുത്തി വേദനിപ്പിക്കുകയാണ്. അതും വേദനിച്ച് പ്ലെയിൻ്റെ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്കും ബ്രോൺസൺ മണ്ടേന്ന് ചാടി വീണ് കോടാലിക്ക് വെട്ടാനായിട്ട് തുടങ്ങും. രണ്ടുപേരും അതിനെ പൊരിഞ്ഞ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. അതിനെ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് അതിന് മനസ്സിലായി. തൽക്കാലത്തേക്ക് അത് അവിടെ നോടി രക്ഷപ്പെട്ടു പോവുകയാണ്. അതിന്റെ ദേഹത്ത് ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. എമ്മാർ മാറിയും തിരിഞ്ഞ് അതിനെ ആക്രമിച്ചത് കൊണ്ട് തന്നെ അതിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്തായാലും എമ്മാർ രണ്ടുപേരും കൂടെ ആ ഗുഹയുടെ അകത്ത് വരും. അതുമല്ല ബ്രോൺസൺ ആണെങ്കിൽ ആ കോടാലിക്ക് ആ ഒരു മിസൈലിനെ നേരെയാക്കാനായിട്ട് നോക്കുകയാണ്. അതിനകത്തൊരു ട്രിഗർ ഉണ്ട്, അത് നേരെയാക്കണം. എന്നിട്ട് അതിനെ അടിച്ച് ടൈമർ സെറ്റ് ചെയ്യണം. 4 സെക്കൻഡിനുള്ളിൽ ഇത് പൊട്ടും. അതിനുവേണ്ടി റെഡിയാക്കുകയാണ്. സൈത്തോ അവന് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മൃഗം വരുവാണെങ്കിൽ ബ്രോൺസനെ രക്ഷിക്കണമല്ലോ ഈ ബോംബ് പൊട്ടിക്കാനായിട്ട്. പക്ഷേ സൈത്തോ കാവൽ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ആ ഒരു മൃഗം അങ്ങോട്ട് വരികയാണ്. അതുമല്ല ഈ മൃഗം ബ്രോൺസനെ ആക്രമിക്കുകയാണ്. സൈത്തോ വെറുതെ വിടത്തില്ല, കത്തിയെടുത്ത് അതിനെ വെട്ടുകയാണ്. പക്ഷേ അതിന് വലുതായിട്ട് ഏക്കുന്നൊന്നുമില്ല, എന്നാലും ഏക്കുന്നുണ്ട്. വീണ്ടും സൈത്തോ അതിന്റെ പിന്നിൽ നിന്ന് കുത്തും. ഇത് വേദന കാരണം സൈത്തോനെ ദൂരോട്ട് ചവിട്ടി തെറിപ്പിക്കുകയാണ്. വീണ്ടും ബ്രോൺസനെ ആക്രമിക്കുകയാണ്. അവന്റെ വയറ് വലിച്ചു കീറുന്നുണ്ട്. ബ്രോൺസന് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ആ ഒരു മൃഗം ബ്രോൺസനെ ആക്രമിക്കുന്ന സമയത്ത് സൈത്തോ ആണെങ്കിൽ തോക്കെടുത്ത് അതിന്റെ കണ്ണിലോട്ട് ഒറ്റ പൊട്ടിയിലാണ്. കറക്റ്റ് അതിന്റെ കണ്ണിൽ കൊള്ളുന്നുണ്ട്. എന്നാലും ആ മൃഗം വെറുതെ വിടത്തില്ല. ബ്രോൺസനെ വീണ്ടും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സൈത്തോ ആണെങ്കിൽ തോക്കെടുത്ത് ആ ഒരു മൃഗത്തിന്റെ മുട്ടയിലോട്ട് ഷൂട്ട് ചെയ്യും. അതിന്റെ കുട്ടീന്റെ നേരെ ഷൂട്ട് ചെയ്യും. അതിന്റെ ഒരു കുട്ടീനെ അവിടെ തൂക്കിയിട്ടിട്ടില്ലേ ഒരു മുട്ട, അതിനകത്തോട്ട് ഷൂട്ട് ചെയ്യും. അതിനകത്ത് തന്നെ ഒരു മൃഗം ഉണ്ടായിരുന്നു, ഒരു കുട്ടി മൃഗം. അത് വലിയ മൃഗമൊന്നും ആയിട്ടില്ല, മുട്ടയ്ക്ക് പുറത്ത് വന്ന് വീണത് കൊണ്ട് തന്നെ അത് ചത്തുപോയി. അത് അവിടുത്തെ കല്ലിൽ വന്ന് അടിച്ച് വീഴാണ്. എന്നാൽ ഇത് ആ ഒരു മൃഗത്തിന് കണ്ടു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇതൊരു അമ്മയാണ് കേട്ടോ. അത് കാണാൻ കഴിയാതെ ഈ ഒരു മൃഗം അതിന്റെ കുട്ടിയെ എടുത്ത് ചെല്ലുകയാണ്. അതിനെ അങ്ങനെ കയ്യിലെടുത്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു അമ്മ. ഈ നേരം ബ്രോൺസന്റെ അടുത്ത് സൈത്തോ ഓടി ചെല്ലുകയാണ്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ബ്രോൺസൺ കേൾക്കില്ല. എനിക്കാണ് ഇപ്പം മുറിവ് പറ്റിയത്, അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ ഒരു ബോംബ് പൊട്ടിക്കാനായിട്ട് കഴിയും, നീ ഇവിടെ നിന്ന് ഓടിപ്പോന്ന് പറഞ്ഞ് സൈത്തോനെ ഓടിച്ചു വിടാനായിട്ട് നോക്കും. പക്ഷേ സൈത്തോ കേൾക്കുന്നില്ല. ബ്രോൺസൺ ഒരുപാട് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് തന്നെ സൈത്തോ അവിടെ നിന്ന് ഓടി മാറിപ്പോവും. എന്തായാലും സൈത്തോ പുറത്തെത്തുന്നുണ്ട്. ഈ നേരമാണെങ്കിൽ ആ മൃഗത്തിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അതിന്റെ കുട്ടീനെയാണല്ലോ അവന്മാർ കൊന്നത്. ആ മൃഗം ബ്രോൺസന്റെ അടുത്തോട്ട് അവനെ ഉപദ്രവിക്കാനായിട്ട് വരും. പക്ഷെ ബ്രോൺസൺ വെറുതെ വിടത്തില്ല. ആ ഒരു കോടാലി എടുത്ത് ആ ഒരു മിസൈലിനകത്തോട്ട് ഒറ്റ അടിയാണ്. എന്നാൽ അത് വർക്കാവുന്നില്ല. പക്ഷെ അത് വർക്കാവാനായിട്ട് അവന്മാർ നേരെ ആക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു ട്രിഗർ. എന്നാലും വർക്കാവുന്നില്ല. സൈത്തോ ഒരു കാര്യം അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു, എന്തെങ്കിലും പെട്ടെന്ന് തന്നെ പൊട്ടിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും അറ്റത്ത് വെട്ടണമെന്ന്. നേരത്തെ കാലിലൊരു ചങ്ങല വെട്ടിയില്ലേ, അതുപോലെ തന്നെ ഇത് ഓർത്തിട്ട് ബ്രോൺസൺ ആണെങ്കിൽ അതിന്റെ ഏറ്റവും അറ്റത്ത് വെട്ടും. അത് വെട്ടുമ്പോൾ ടൈമർ ആക്റ്റീവ് ആവും. 4 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒറ്റ പൊട്ടലാണ്. ആ മൃഗവും അതുപോലെ തന്നെ ബ്രോൺസനും അവിടെ വെച്ച് തന്നെ കത്തി നശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈത്തോ പുറത്തു നിന്ന് ഈ കാര്യം കാണുന്നുണ്ട്. അവൻ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല അവന്റെ കൂട്ടുകാരൻ മരിച്ചു പോയെന്ന്. എന്നാൽ ആ ഒരു മൃഗം ചത്തുപോയിട്ടില്ല. അതിന്റെ അലർച്ച കേൾക്കാം. അത് ദേഷ്യം കൊണ്ട് അലറുന്ന ഒരു ശബ്ദമില്ലേ, അത് സൈത്തോയ്ക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. സൈത്തോയ്ക്ക് മനസ്സിലായി ആ മൃഗം മരിച്ചു പോയിട്ടില്ല, ജീവനോടുണ്ടെന്ന്. അതുമല്ല ആ ഒരു മൃഗം സൈത്തോന്റെ പിന്നാലെയും വരുന്നുണ്ട്. സൈത്തോ വിടില്ല. പെട്ടെന്ന് തന്നെ ആ വാളെടുത്ത് എല്ലാം വെട്ടിമാറ്റി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറെ അധികം കാടുള്ളത് കൊണ്ട് തന്നെ വെട്ടി മാറ്റിയിട്ടേ മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്തായാലും സൈത്തോ ഓടി ഓടി ആ കടൽക്കരയിൽ വരുന്നുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയത്തില്ല. അവനാകെ തളർന്ന് വാളും കുത്തി അവിടെ വന്നിരിക്കും. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് കാര്യമില്ല, പകരം പ്രതികാരം ചെയ്യണം. അങ്ങനെ അതും ആലോചിച്ച് വാളും കുത്തി അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ മൃഗം അവന്റെ പിന്നാലെ അവിടെ ചെല്ലുന്നുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ അവിടെ ഇരിക്കുകയാണ്. ഈ മൃഗം വന്ന് അവനെ ഒറ്റ ആക്രമിക്കലാണ്. എന്നാൽ അത് അവനല്ല, അത് ഏതോ ഒരു മൃതശരീരം മാത്രമായിരുന്നു. അവിടുത്തെ പട്ടാളക്കാരന്റെ വെറും ഒരു മൃതശരീരം മാത്രമായിരുന്നു. ഈ മൃഗം എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. അത് അങ്ങനെ നിൽക്കുമ്പോൾ സൈത്തോ പിറകിൽ നിന്ന് ഒന്ന് ആക്രമിക്കും. ഈ ആക്രമിക്കുന്ന സമയത്ത് മൃഗത്തിന് ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മൃഗം സൈത്തോന്റെ വയറ്റിലും ഒരു മാന്തൽ കൊടുക്കുകയാണ്. സൈത്തോയ്ക്കും അതൊരു വലിയ മുറിവായി പോയി. രണ്ടുപേരും കൂടെ മാറി നിൽക്കുകയാണ്. വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ മൃഗത്തിന് ഇപ്പൊ സൈത്തോന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. സൈത്തോ നല്ല രീതിയിൽ ദേഷ്യത്തിൽ വാള് കൊണ്ട് വിട്ടാണ്. അവസാനം ഈ മൃഗം തളർന്ന് തറയിൽ വീഴും. സൈത്തോയ്ക്ക് ദേഷ്യമൊന്നും അടക്കാൻ പറ്റാതെ ആ വാള് എടുത്ത് വന്ന് ഒറ്റ കുത്താണ്. പക്ഷേ അതിന്റെ ദേഹത്ത് കുത്തിയിട്ടില്ല. അതിനോട് സൈത്തോയ്ക്ക് പാവം തോന്നുകയാണ്. അതിനെ വെറുതെ വിട്ടു. സൈത്തോ അതിനെ കൊന്നിട്ടില്ല. പകരം അതിന്റെ സൈഡിലാണ് കുത്തിയത്, ആ ഒരു മണലിലാണ് കുത്തിയത്. എന്തായാലും ആ മൃഗത്തിനെ കൊല്ലാതെ പതിയാവും മാറിപ്പോയിട്ട് ഒരു ഫ്ലെയർ ഗൺ എടുക്കുന്നുണ്ട്.
വരുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ആരെങ്കിലും വിവരം അറിയിക്കാനായിട്ട് ആ ഒരു ഫ്ലെയർ ഗണ്ണും എടുത്ത് അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ഒരു മൃഗത്തിനെ കാണാനില്ല. അത് എങ്ങോട്ടോ പോയി. അത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. എന്തായാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ പതിയെ പതിയെ നടന്ന് ആ ഒരു കടൽക്കരയിൽ ചെല്ലാണ്. ആ ഫ്ലെയർ ഗൺ എടുത്ത് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ പലതവണ പൊട്ടിച്ചിട്ടും ആ ഫ്ലെയർ ഗൺ വർക്ക് ആവുന്നില്ല. അതിനകത്ത് ഫ്ലെയർ ഇല്ല. ഇതെല്ലാം കൂടായപ്പം അവ ആകെ തളർന്ന് അവിടെ കിടന്നു പോകണം. അവന്റെ ശരീരത്തെല്ലാം ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. അവൻ മരണപ്പെട്ടു പോകും എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഐലൻഡിലാണെങ്കിൽ തീ കത്തുന്നുണ്ട്. ഇന്നലെ മിസൈൽ പൊട്ടിച്ചിട്ടില്ലായിരുന്നോ, അതിന്റെ തീ അവിടെ കത്തുന്നുണ്ട്. ഈ തീ കത്തുന്ന വിവരം അറിഞ്ഞിട്ട് കുറച്ചധികം കപ്പലുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതെല്ലാം പട്ടാളക്കാരാണ്. അവർ വന്ന് സൈത്തോനെ രക്ഷിച്ചിട്ട് അവിടുന്ന് കപ്പലിൽ കൊണ്ടുപോവാണ്. പിന്നീട് സൈത്തോയ്ക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവന്റെ മുറിവൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. സൈത്തോനോട് ചോദ്യം ചെയ്യും. ഒരു യൂറോപ്യൻകാരനും ഒരു ജപ്പാൻകാരനും ഉണ്ട്. ഇവിടെ എന്താണ് നടന്നതെന്ന് ചോദ്യം ചെയ്യാണ്. സൈത്തോ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ബ്രോൺസന്റെ ഒരു മാലയും കിട്ടിയിട്ടുണ്ട്. ഈ ബ്രോൺസൺ മരിക്കണേ മുമ്പ് സൈത്തോയ്ക്ക് ഒരു മാല കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രോൺസൺ എന്ന് പറയുന്ന ഒരു മാല, അവന്റെ പേരുള്ള ഒരു മാല. ഈ പട്ടാളക്കാരെ രക്ഷിച്ചപ്പോൾ അത് പട്ടാളക്കാർക്ക് കിട്ടി ബ്രോൺസന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ബ്രോൺസൺ ആരാണെന്നാണ് ചോദിക്കുന്നത്. അതിനൊന്നും അവൻ മറുപടി പറയുന്നില്ല. അങ്ങനെ ഈ പട്ടാളക്കാരാണെങ്കിൽ അവനൊരു സിഗരറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ സിഗരറ്റൊക്കെ കാണുമ്പോൾ സൈത്തോന് ബ്രോൺസനെയാണ് ഓർമ്മ വരുന്നത്. ബ്രോൺസന് സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജീവനല്ലേ. അതുപോലെ തന്നെ ആ പട്ടാളക്കാര് ഇവന്റെ കാലിൽ നിന്ന് ആ ഒരു വളയം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ചങ്ങലയില്ലേ. അപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവ ഒരു തടവ് പുള്ളിയാണെന്ന്. ഇവൻ തടവ് പുള്ളിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. ബ്രോൺസൺ ആരാന്ന് ചോദിക്കുമ്പോൾ അവൻ പതിയെ പതിയെ ബ്രോൺസൺ അവന്റെ കൂട്ടുകാരനാണെന്നും പറയും. ഇതെല്ലാം കേട്ടിട്ട് ജപ്പാൻകാരൻ യൂറോപ്യൻകാരനോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ സൈത്തോ സിഗരറ്റ് വലിക്കത്തില്ലായിരുന്നല്ലോ, എന്നാൽ ഇപ്പൊ വലിക്കുന്നുണ്ട് ബ്രോൺസൺ ആലോചിച്ചുകൊണ്ട്. അതിന് തീ കൊളുത്തി കൊടുത്തത് ആ ജപ്പാൻകാരനായിട്ടുള്ള പട്ടാളക്കാരനാണ്. എന്തായാലും സൈത്തോ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ആ കപ്പലിന്റെ ജനൽ വഴി പുറത്തോട്ട് വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഐലൻഡിൽ നിന്ന് ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടാളക്കാർ ചോദിക്കുന്നുണ്ട് ആ ഐലൻഡിൽ വേറെ ആരെങ്കിലും ജീവനോടുണ്ടോ എന്ന്. അവൻ ആ ഒരു മൃഗത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അതിന് ഇനിയും ദ്രോഹിക്കാനായിട്ട് സൈത്തോയ്ക്ക് വയ്യ. അതുകൊണ്ട് തന്നെ അവൻ മാത്രമേ ബാക്കിയുള്ളെന്ന എല്ലാരോടും പറയുന്നത്. കട്ട് ചെയ്താൽ ആ ഒരു മൃഗത്തിനെ കാണിക്കുമ്പോൾ ആ ഒരു മൃഗം ദ്വീപിൽ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാരോടും കൂടെ ഉള്ള ആ ഒരു വാശിപ്പുറത്ത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി ആരെങ്കിലും വന്നാൽ അവരെ എല്ലാരെയും കൊല്ലും എന്നുള്ള ഒരു രീതിയിൽ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യൂ, പിന്നെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.